അമൽ തേനമ്പറമ്പിലും TS ഹരികൃഷ്ണയും രണ്ടുപേരും ഇന്ദിരാഭവനിലുണ്ട്. ഇന്ദിരാഭവനാണ് ഇന്ന് എല്ലാ ശ്രദ്ധാകേന്ദ്രവും. ആരായിരിക്കും കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി എന്ന നിർണായകമായ ചോദ്യത്തിന് ഉത്തരം അവിടെ നിന്നാണ് കിട്ടുക. ഇന്ന് ഒരു തീരുമാനം ഉണ്ടാകില്ല. ഹൈക്കമാൻഡ് പ്രതിനിധികൾ തിരികെ ഡൽഹിയിലെത്തി ഹൈക്കമാൻഡിനെ കാര്യങ്ങൾ ധരിപ്പിച്ചതിന് ശേഷം അവിടെ നിന്നായിരിക്കും ഒരു തീരുമാനം ഉണ്ടാവുക. അമൽ, ഹൈക്കമാൻഡിനെ തീരുമാനമെടുക്കാൻ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അതൊരു സാങ്കേതികത്വമാണ്. MLA-മാരുടെ അഭിപ്രായം തേടിയിട്ടുണ്ട്. എല്ലാ MLA-മാർക്കും 1-to-1 അഭിപ്രായം പറയാനുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ എല്ലാ MLA-മാരും അഭിപ്രായം പറയും. അവരുടെ അഭിപ്രായം കണക്കിലെടുക്കും. ഘടകകക്ഷികളുടെ അഭിപ്രായം കേൾക്കും. പൊതുസമൂഹത്തിലെ ചിന്ത എന്താണെന്ന് നോക്കും. സീനിയോറിറ്റി, എക്സ്പീരിയൻസ് തുടങ്ങിയ ഘടകങ്ങൾ അതുകൂടി പരിശോധിക്കും. അങ്ങനെ അന്തിമ തീരുമാനം സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒക്കെ അടങ്ങുന്ന കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് തീരുമാനിക്കും. ഇതിൽ ആർക്ക് ഇപ്പോൾ മുൻതൂക്കം? MLA-മാരുടെ കണക്ക് പരിശോധിച്ചാൽ സ്വാഭാവികമായ മുൻതൂക്കം KC വേണുഗോപാലാണ്. ചെറിയ മുൻതൂക്കമല്ല, മൃഗീയമായ മുൻതൂക്കം എന്ന് പറയേണ്ടി വരും. ആകെയുള്ള 63 ഒരു 13 പേരൊക്കെ മാറി ചിന്തിച്ചാൽ അത്ഭുതം എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ബാക്കി ഏകദേശം 50ഓളം വരുന്ന ആളുകളുടെ പിന്തുണ ഉറപ്പിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ സന്ദീപ് വാര്യരുടെ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്. KC വേണുഗോപാലിനുള്ള ഉറച്ച പിന്തുണകളിലൊന്നാണ് സന്ദീപിന്റെ പിന്തുണ. അവരുടെ പട്ടികയിൽ ആദ്യം ഉള്ള പേരുകളിലൊന്ന് സന്ദീപാണ്. സന്ദീപിന്റെ സ്ഥാനാർത്ഥിത്വത്തിലടക്കം KC വേണുഗോപാൽ നിർണായകമായ പങ്ക് വഹിക്കുകയും ചെയ്തിരുന്നു. തവനൂരിൽ സന്ദീപ് മത്സരിക്കുമോ എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ചോദ്യം. പക്ഷേ തവനൂരിൽ സീറ്റ് ഉണ്ടായില്ല. പക്ഷേ സന്ദീപിനെ തൃക്കരിപ്പൂരിൽ പരീക്ഷിച്ചു. ആ പരീക്ഷണം വിജയമായിരുന്നു. അവിടെ നിന്ന് സന്ദീപ് സഭയിലേക്ക് എത്തുകയാണ്. അങ്ങനെയുള്ള സന്ദീപ് ഒരു കാരണവശാലും മറിച്ചൊരു തീരുമാനത്തിലേക്ക് പോകില്ല. സന്ദീപ് ഈ KC ക്യാമ്പിന്റെ ഉറച്ച പിന്തുണകളിൽ ഒന്നായി നിൽക്കുന്നു. അതാണ് നേരത്തെ ഇപ്പോൾ നമ്മൾ പറഞ്ഞു പോയ ആളുകളിൽ ഭൂരിഭാഗം ആളുകളും കേമവിത്ത് ആണെങ്കിലും സൂരജ് ആണെങ്കിലും ഒക്കെ അത് ആ പിന്തുണകളെല്ലാം KC വേണുഗോപാലിനുള്ള പിന്തുണയാണ്. പക്ഷേ ആ പിന്തുണ കൊണ്ട് മാത്രം MLA-മാരുടെ പിന്തുണ കൊണ്ട് മാത്രമായോ എന്നുള്ളതാണ് VD സതീശൻ ക്യാമ്പ് ചോദിക്കുന്ന ചോദ്യം. അതിനും അപ്പുറത്തേക്ക് തിരഞ്ഞെടുപ്പിൽ മുന്നണിയെ നയിച്ച VD സതീശൻ, അതോടൊപ്പം തന്നെ സർക്കാരിനെതിരെ കഴിഞ്ഞ 5 വർഷക്കാലം ശക്തമായ നിലപാട് സ്വീകരിച്ച് പൊതുസമൂഹത്തിന്റെ കയ്യടി നേടിയെടുക്കുന്നതിലും അത് വോട്ടാക്കി മാറ്റിയെടുക്കുന്നതിലും വിജയിച്ച VD സതീശനെ പൂർണ്ണമായും മാറ്റി നിർത്താൻ കഴിയുമോ എന്നൊരു ചോദ്യം ചോദിക്കുന്നു. ഇനിയിപ്പോൾ മുഖ്യമന്ത്രി ആയില്ല എങ്കിൽ VD സതീശൻ മറ്റൊരു കടുത്ത നിലപാട് കൂടി സ്വീകരിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി ആയില്ല എങ്കിൽ ഇനിയിപ്പോൾ മന്ത്രിസഭയുടെ ഭാഗമായി മറ്റെന്തെങ്കിലും തരത്തിലുള്ള സെറ്റിൽമെന്റിനില്ല, താൻ മാറി സാധാ ഒരു MLA ആയി നിന്നുകൊള്ളാം എന്നുള്ള തരത്തിലേക്ക് ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് VD ക്യാമ്പ് വ്യക്തമാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ VD സതീശൻ ഈ ക്യാബിനറ്റിന്റെ ഭാഗമാകാതെ മാറി നിൽക്കുമോ എന്നൊരു പ്രശ്നം കൂടി നിലനിൽക്കുന്നുണ്ട്. അതും ഹൈക്കമാൻഡിനെ അലട്ടുന്ന ഒരു കാര്യമാണ്. എല്ലാവരെയും തൃപ്തിപ്പെടുത്തി മുന്നോട്ട് പോകുക എന്നൊരു നിർദ്ദേശമാണ് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും എല്ലാം മല്ലികാർജ്ജുൻ ഖാർഗെയും എല്ലാം ഇവിടേക്ക് എത്തിയിട്ടുള്ള 2 നേതാക്കൾക്ക്, അജയ് മകനും മുകുൾ വാസനിക്കിനും നൽകിയിട്ടുള്ളത്. അങ്ങനെ ആരുടെയും പരാതിയില്ലാതെ എങ്ങനെ പരിഹരിക്കപ്പെടും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. 3 പേരുകൾ മുൻനിർത്തി രമേശ് ചെന്നിത്തലയുടെയും അതോടൊപ്പം തന്നെ VD സതീശന്റെയും KC വേണുഗോപാലിന്റെയും പേര് മുൻനിർത്തിയുള്ള ചർച്ചകൾ സജീവമായി തന്നെ നടക്കുന്നു. തങ്ങളുടെ മനസ്സിലുള്ള നേതാവിന്റെ പേര് ഏതാണ് എന്നുള്ള കാര്യം അകത്ത് പോയി തുറന്നു പറയാനുള്ള ഒരു അവസരം MLA-മാർക്ക് ഉണ്ടാവുകയാണ്. ഏകദേശം ഒരു 10 MLA-മാരോളം ഇപ്പോൾ അകത്ത് കയറി അഭിപ്രായം പറഞ്ഞ് മടങ്ങിയിട്ടുണ്ട്. ഒരു പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട്. അങ്ങേയറ്റം സാങ്കേതികമാണ് ആ നടപടിക്രമങ്ങളെല്ലാം. ഒരു കാര്യവുമില്ല. പ്രത്യേകിച്ചും ഇനിയിപ്പോൾ ഘടകകക്ഷികളുമായി 4 മണിക്ക് ചർച്ചയുണ്ട്. അതിലും മറ്റെന്തെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും ഗൗരവത്തിലുള്ള വിഷയം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയേണ്ടി വരും. അഭിപ്രായമൊക്കെ കേൾക്കും. അഭിപ്രായമൊക്കെ കേട്ട് ഡൽഹിയിലെത്തും. അഭിപ്രായമെല്ലാം ഡൽഹി ഹൈക്കമാൻഡിനെ ധരിപ്പിക്കും. അതെല്ലാം കഴിഞ്ഞ് ഹൈക്കമാൻഡിൻ്റെ മനസ്സിലൊരു പേരുണ്ടാകും. ആ പേരങ്ങ് പ്രഖ്യാപിക്കും. അതാര് എന്നുള്ളത് മാത്രമാണ് ഇനി അറിയേണ്ടത്. KC വേണുഗോപാലിൻ്റെ പേര് പ്രഖ്യാപിച്ചാലുള്ള ചില പ്രശ്നങ്ങൾ കൂടി VD ക്യാമ്പും രമേശ് ചെന്നിത്തല ക്യാമ്പും ചൂണ്ടിക്കാണിക്കുന്നു. 2 ബൈ ഇലക്ഷൻ, ഒന്നുകിൽ അത് ആലപ്പുഴയായിരിക്കും. നേരത്തെ ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കണ്ട് ഏറ്റവും ഒടുവിൽ ഇവിടേക്ക് എത്തിയ MLA-മാരിൽ 62 പേരും ഇവിടേക്ക് എത്തിയിരുന്നു പ്രമേയം പാസ്സാക്കിയ സമയത്ത്. പക്ഷേ ആലപ്പുഴയിൽ നിന്നും വിജയിച്ച AD തോമസ് എത്തിയിരുന്നില്ല. ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് വൈകി എന്നുള്ളതാണ് AD തോമസ് പറഞ്ഞത്. AD തോമസും അകത്തേക്ക് പോയിട്ടുണ്ട്. ഒന്നുകിൽ KC വേണുഗോപാൽ മുഖ്യമന്ത്രിയായി എത്തുകയാണെങ്കിൽ ഒന്നുകിൽ മത്സരിക്കാൻ പോകുന്ന സ്ഥലം AD തോമസിനെ രാജിവെപ്പിച്ച് ആലപ്പുഴയിൽ തന്നെ മത്സരിപ്പിച്ചേക്കും. അതിനുശേഷം ആലപ്പുഴയിൽ ഒരു ബൈ ഇലക്ഷൻ വരികയാണെങ്കിൽ, ആലപ്പുഴ ലോക്സഭയിലേക്കൊരു ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ AD തോമസിനെ തന്നെ ആലപ്പുഴയിൽ മത്സരിച്ച് നിയമസഭയിലേക്ക് വിജയിച്ച KCക്ക് വേണ്ടി രാജിവെച്ച് ഒഴിഞ്ഞു കൊടുക്കുന്ന AD തോമസിനെ ലോക്സഭയിലേക്ക് മത്സരിപ്പിക്കാൻ ഒരു തീരുമാനം സ്വീകരിച്ചേക്കാം KC ക്യാമ്പ് എന്നുള്ളതാണ് ഒരു സാധ്യത. അതോടൊപ്പം തന്നെ മറ്റൊരു സാധ്യത, ആലപ്പുഴയിലേക്കാളും ഉറച്ച സീറ്റ് ഇരിക്കൂറിൽ സജീവ് ജോസഫിനെ രാജിവെപ്പിച്ചുകൊണ്ട് ഇരിക്കൂരിൽ KC വിജയിച്ചുകൊണ്ട് KCയെ മുഖ്യമന്ത്രിയാക്കാനുള്ള ഒരു നീക്കം 6 മാസത്തിനുള്ളിൽ ഇതെല്ലാം നടക്കേണ്ടതുണ്ട്. അങ്ങനെ 2 ബൈ ഇലക്ഷനുള്ള സാഹചര്യം ഒരുക്കണോ എന്നുള്ള കാര്യം കൂടി ഹൈക്കമാൻഡിന് മുന്നിൽ ഒരു പരിഗണനാ വിഷയമായി നിലനിൽക്കുകയാണ്. എല്ലാം വിശദമായി ചർച്ച ചെയ്യും. എല്ലാവരുടെയും അഭിപ്രായം കേൾക്കും. അതിനുശേഷം ഹൈക്കമാൻഡ് ഒരു തീരുമാനം പ്രഖ്യാപിക്കും. അതിനുശേഷം മാത്രമേ, ഇപ്പോഴൊക്കെ ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും നമ്മുടെ മുഖ്യമന്ത്രി ആര് എന്നുള്ള ചോദ്യത്തിന് ഇപ്പോഴും ഒരു ഉത്തരമാകുന്നില്ല. അത് കണ്ടെത്താനുള്ള ചർച്ചകളാണ് അകത്ത് വിശദമായി തന്നെ നടക്കുന്നത്.